ശബരിമല നട തുറക്കാൻ പോകുകയാണ്. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. വൈകുന്നേരത്തെ പൂജകൾക്കും അതോടൊപ്പം തന്നെ മകരസംക്രമ പൂജകൾക്കും ചടങ്ങുകൾക്കുമെല്ലാമായി ശബരിമല നട തുറക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ശബരിമല നട തുറന്നിരിക്കുന്നു. മകരവിളക്ക് പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കുമായി ശബരിമല നട തുറന്നിരിക്കുന്നു. കൃത്യം 5 മണിക്ക് തന്നെ ശബരിമല നട തുറന്നു. 5:30 ആണ് ഇനി ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം. ചെറിയാനവട്ടത്തു നിന്നുമാണ് ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. സന്നിധാനം ശബരിമല പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ്. മകരവിളക്ക് ദർശനത്തിനായി 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഒരുങ്ങിയിരിക്കുന്നത്. സന്നിധാനത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി ജോയ് നായർ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജോയ്, ഇനി പറയുന്നത് പോലെ തന്നെ ഏതാണ്ട് 2 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമാണ് മകരജ്യോതി ദർശനത്തിന് ശേഷിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ ജോയ്? സുരേഷ്, മകരജ്യോതി ദർശനത്തിനും ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ നിമിഷങ്ങൾക്ക് മുമ്പ് നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഇനി പൂജകൾ നടക്കും. എന്തായാലും 6:30 മണിക്കാണ് ദീപാരാധന. ആ ദീപാരാധന തന്നെയാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവാഭരണം ചാർത്തി അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ഒരു ദീപാരാധന അത് സാധാരണ ഈ ദിവസത്തിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. ആ ഒരു വിശേഷ കാഴ്ച കാണാനും മകരജ്യോതി തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ സംവിധാനമാണ്. പ്രത്യേകിച്ചും ഇവിടെ എത്തി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച ശേഷം ഭക്തരെ ഒന്നും ഇവിടെ എത്തിയ തീർത്ഥാടകരെ ഒന്നും സന്നിധാനത്തേക്ക് കയറ്റിയിട്ടില്ല. പ്രത്യേക പാസ് ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്ത് സോപാനത്തിന്റെ ഭാഗങ്ങളിലും തിരുമുറ്റത്തുമെല്ലാം ഉള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി തിരുവാഭരണ ഘോഷയാത്രയെ കാത്ത് നിൽക്കുകയാണ് ഏവരും. ശരംകുത്തിയിൽ നിന്നും അത് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക പ്രതിനിധികൾ ഏറ്റുവാങ്ങും. തുടർന്ന് 6 മണിയോടുകൂടി സോപാനത്ത് എത്തും. സോപാനത്ത് അത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അത് ഏറ്റുവാങ്ങും. തുടർന്നാണ് തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിലിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി അയ്യപ്പന് ചാർത്തിയ ശേഷമാണ് ദീപാരാധന നടക്കുക. അതിനാണ് ആ വിശേഷമാണ് പ്രധാനമായും ഉള്ളത്. ഈ ദീപാരാധന നടക്കുന്ന സമയത്താണ് ആകാശത്ത് മകരനക്ഷത്രം തെളിയുന്നത്. അതിന് തൊട്ട് അടുത്ത സമയത്ത് തന്നെ 3 തവണ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും തെളിയും. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ മേൽശാന്തി ശ്രീകോവിലിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം സഹ മേൽശാന്തിമാരും ഉണ്ട്. ഇനി ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആണ് അവശേഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ് നടക്കുന്നത്. എന്തായാലും വലിയ ഒരു ഭക്ത ലഹരിയിൽ തന്നെയാണ് ഈ സന്നിധാനവും പരിസരവും എല്ലാം ഉള്ളത്.
സുരേഷ്. റൈറ്റ്, ജോയി നായരാണ് സന്നിധാനത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ദീപാരാധനയ്ക്കായി ശബരിമല നട തുറന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് അടച്ച ശബരിമല നട കൃത്യം 5 മണിക്ക് തന്നെ തുറന്നു. നാവിലും മനസ്സിലും ശരണമന്ത്രങ്ങളുമായി 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് ശബരിമലയിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായും തമ്പടിക്കുന്ന ഭക്തരും ഇക്കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി എത്തിയിട്ടുള്ള ഭക്തരെല്ലാം തന്നെ മകരജ്യോതി ദർശനത്തിനും ദീപാരാധനയ്ക്കും മറ്റ് ചടങ്ങുകൾക്കുമായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളാണ് ജോയ് നൽകിയത്. സന്നിധാനത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തു നിന്നും കിരൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കിരൺ ബാബു. കിരൺ, വളരെ സുരക്ഷയുള്ള ഒരു ദിവസം, അതോടൊപ്പം തന്നെ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മകര വിളക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ, കിരൺ ബാബു? സുരേഷ് പറഞ്ഞ പോലെ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ജാഗ്രതയും സുരക്ഷയും പാലിക്കേണ്ട ഒരു ദിവസമാണ്. ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും സായുജ്യം അടയേണ്ട ഒരു ദിവസമാണ്. സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാൾ ഈ വർഷം ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് പോലീസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് മൂലമുള്ള നിയന്ത്രിക്കുന്നതിന് വലിയ ആശ്വാസം നൽകുന്നു. എന്നാൽ മറുഭാഗത്ത് ഈ വർഷത്തെ വിവാദങ്ങൾ പോലീസിന് നൽകുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് പോലീസ് സേന നിലനിൽക്കുന്നത്. പല ലെയറായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. IG ബൽറാംകുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിലുള്ള 2275 പോലീസുകാരെയാണ് ശബരിമലയിലും പരിസര പ്രദേശങ്ങളുമായി നിയോഗിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ പോലീസുകാരെ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി പോലീസുകാരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ വളരെ സുഗമമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഇല്ലാതെ ഭക്തർക്കും മറ്റുള്ളവർക്കും എല്ലാം പ്രയാസങ്ങളില്ലാത്ത നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വരുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമാണ്. ഈ സന്നിധാനവും പരിസര പ്രദേശവും ആകെ ഇപ്പോൾ ഭക്തി സാന്ദ്രമാണ്. ശരണം വിളികൾ മുഴങ്ങി തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് മകരജ്യോതി. ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഈ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെയും മെനഞ്ഞാന്ന് വൈകുന്നേരം മുതൽ കയറിയ ഭക്തരിൽ നല്ലൊരു ശതമാനം തിരിച്ചിറങ്ങിയിട്ടില്ല. ഇന്നലെ കയറിയ ഭക്തരിൽ മഹാഭൂരിപക്ഷവും ഈ സന്നിധാനത്തിന് തുടരുകയാണ്. ഇന്നും മകരജ്യോതി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ തന്നെയും ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ശബരിമല സന്നിധാനത്തിനോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലെല്ലാം മുകളിലും ഉയർന്ന ഭാഗങ്ങളിലുമെല്ലാം 100 കണക്കിന് ഭക്തരാണ് നിലനിൽക്കുന്നത്. ഏതെല്ലാം സ്ഥലത്തു നിന്നാണോ മകരജ്യോതി കാണാൻ കഴിയുന്നത് അവിടെയെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപകടകരമായ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നതിനെ പോലീസ് തടയുന്നുണ്ട്. നിരന്തരം അനൗൺസ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇത്തരം കെട്ടിടങ്ങളുടെ മുകളിലേക്കും അതുപോലെ തന്നെ വലിയ മരങ്ങളുടെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറുന്നത് അപകടത്തിന് സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 6 മണിയോടുകൂടി തിരുവാഭരണം ഇവിടെ 18-ാം പടിക്ക് ചുവട്ടിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 5:30 മണിയോടുകൂടിയാണ് ഇത് ശരംകുത്തിയിലെത്തുന്നത്. ശരംകുത്തിയിലാണ് ആദ്യമായി ശബരിമല ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്വീകരണം വരുന്നത്. ശരംകുത്തിയിൽ നിന്ന് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്ററും മുതിർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്നവർ ഈ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കും. ആ തിരുവാഭരണ ഘോഷയാത്ര അതിനുശേഷം 18-ാം പടിയിലേക്ക് എത്തും. 18-ാം പടിയിൽ ഇക്കുറി സ്വീകരിക്കാൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതോടൊപ്പം മേൽശാന്തി, ശബരിമല തന്ത്രികൾ ഇവരെല്ലാം ചേർന്നാണ് ഈ തിരുവാഭരണം സ്വീകരിക്കുന്നത്. തിരുവാഭരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ദീപാരാധനയാണ്. ദീപാരാധനയ്ക്കായി നടയടയ്ക്കും. ഈ സമയത്താണ് പ്രധാനമായും തിരുവാഭരണം അയ്യപ്പന് ചാർത്തുന്നത്. ഏകദേശം 6:30 മണിയോടുകൂടിയാണ് ആകാശത്ത് മകര നക്ഷത്രം തെളിയുന്നത്. അതിനുശേഷം മകരജ്യോതി. ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് ഈ ഭക്തരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. മകരജ്യോതിക്ക് ശേഷം 7:52 മകരസംക്രമം നടക്കുന്നത്. മകരസംക്രമം സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് മാറുന്ന ആ നിമിഷമാണ്. ഇത് ശബരിമലയിൽ മാത്രമല്ല ഇന്ത്യ ആകെയുള്ള പല ക്ഷേത്രങ്ങളിലും ഇത് വലിയ ഉത്സവത്തിൻ്റെ നാളുകളാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഭക്തരിൽ മഹാഭൂരിപക്ഷവും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഉള്ളവരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ എണ്ണം കുറയാൻ തന്നെ ഒരു പ്രധാന കാരണം ഇതാണ്. എല്ലാ തവണയും അത് ഉണ്ടാവാറുണ്ട്. മകരജ്യോതിക്കായി എത്തുന്നത് കൂടുതലും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ഭക്തരാണ്. തമിഴ്നാട്ടിൽ കിരൺ ബാബുവിലേക്ക് അല്പസമയത്തിനകം വരാം. ശബരിമലയിൽ മകരവിളക്ക്, ദീപാരാധന, അതോടൊപ്പം തന്നെ മറ്റ് ചടങ്ങുകൾക്കെല്ലാമുള്ള ചടങ്ങുകൾ തന്നെ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ
തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് ഞാൻ കിരൺ ബാബുവിലേക്ക് വീണ്ടും വരാം. ഏതായാലും നാവിലും മനസ്സിലും ശരണമന്ത്രങ്ങളുമായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും എത്തിയിട്ടുള്ളത്. മകരവിളക്ക് ദർശനത്തിന് വേണ്ടി പർണശാലകൾ കെട്ടി ദിവസങ്ങളായി കാത്തിരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങേയറ്റം ഭക്തിസാന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ശ്രീ ഹരികുമാർ വാലയത്ത് കൂടി നമ്മളോടൊപ്പം ഈ സമയത്ത് തത്സമയം ചേരുന്നുണ്ട്. ഹരികുമാർ വാലയത്ത്, ശബരിമലയിലെ മകരവിളക്കിൻ്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ അതിൻ്റെ ചടങ്ങുകൾ, മകരവിളക്ക് വരെയുള്ള ചടങ്ങുകൾ, മകരവിളക്കിന് ശേഷമുള്ള ചടങ്ങുകൾ, അതിൻ്റെ ഐതിഹ്യമെല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രീ ഹരികുമാർ വാലയത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഹരികുമാർ വാലയത്ത്, മകരവിളക്കിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ ശബരിമലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസക്തമാണ്, എത്രത്തോളം ദിവ്യമാണ് ഈ ദിവസം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും 60 നാൾ നീണ്ടു നിൽക്കുന്ന ഒരു തപശ്ചര്യയുടെ പൂർത്തീകരണമാണ് മകരസംക്രമ ദിനം. ശരത്കാല പിറവിയോടുകൂടി, അതായത് വൃശ്ചിക മാസം 1 മുതൽ മലയാള നാട്ടിലും ദക്ഷിണേന്ത്യയിലെ ഒട്ടാകെ തന്നെയും വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ച് ഇങ്ങനെ ഒരു സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ. ഇതൊരു ആണ്ടിൻ്റെ കാത്തിരിപ്പാണ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ്. ഈ വർഷത്തെ പ്രളയം നമ്മുടെ ഭൂപ്രകൃതി ആകെ മാറ്റി, പരിസരമാകെ മാറി, പരിസ്ഥിതിയാകെ മാറി, പരിപാവനമായ പുണ്യമായ പമ്പാ നദിയെപ്പോലും കാണാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച് ഒരു മണൽക്കൂന 3 മാസം മുമ്പ് ശബരിമലയുടെ ഇന്നത്തെ അവസ്ഥ അത്യന്തം ഭീതിജനകമായിരുന്നു. ഒരു നേരിയ രേഖ പോലെ മാത്രം പമ്പാ നദി, പുണ്യ നദിയായ പമ്പാ നദിയെ കാണാൻ കഴിയുന്ന ദിവസങ്ങളായിരുന്നു. ഇന്നും ഭക്തജനങ്ങൾക്ക് ഏറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് പമ്പാ നദിയുടെ കരയിൽ അവർ നിൽക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ പുണ്യനദിയിൽ കുളിച്ച്, തീർത്ഥാടനം എന്ന് പറയുമ്പോൾ തീർത്ഥത്തിൽ ആറാടി തന്നെ പോയി ഭഗവാനെ കാണുന്ന ഒരു രീതി ക്ഷിപ്രസാധ്യമല്ല. വളരെ വലിയ മണൽക്കൂനകളുടെ ഇടയിലൂടെ ഒരു നേർത്ത രേഖ പോലെയാണ് ഇന്ന് പമ്പാ നദി ഒഴുകുന്നത്. പുളിച്ചിമലയിൽ നിന്ന്, പീരുമേട്ടിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് തരുലതാദികളെ തഴുകി കാട്ടുചോലകൾ ഒത്തുചേർന്ന് പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഔഷധലതാദികളെ തൊട്ടുരുമി ഒക്കെ വരുന്ന പമ്പ ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഭൂപ്രകൃതി ആകെ മാറിയതോടുകൂടി മണലും കഷണങ്ങളും ഉരുണ്ട പാറകളുമൊക്കെ നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ആ ഭൂസ്ഥിതിയെ ആകെ മാറ്റിമറിച്ചിരുന്നു. എന്തൊക്കെയായാലും മനുഷ്യപ്രയത്നം കൊണ്ട് മാറി ഒഴുകിയ പമ്പാ നദിയെ, നദി അതിൻ്റെ വഴിക്ക് ഒഴുകുക എന്നൊക്കെ പറയുന്നത് പോലെ മാറി ഒഴുകിയ നദിയെ വീണ്ടും തിരിച്ചുവിട്ട് ത്രിവേണിഘട്ടത്തിൽ നിന്ന് പമ്പയിലെ ബലിതർപ്പണ ഭൂമികളിലേക്കൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എങ്കിലും രാമമൂർത്തി മണ്ഡപം പോലെ വലിയ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനും ബലികർമാദികൾക്കുമൊക്കെ ക്രമപ്പെടുത്തി വെച്ചിരുന്നവയ്ക്കൊക്കെ ഭേദഗതി വന്നു. ഗണപതി ക്ഷേത്രം വരെ ഉള്ള ഭൂപ്രദേശം കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത വിധത്തിലായി. അതൊന്നും ഭക്തജനങ്ങളെ ബാധിച്ചില്ല എന്നാണ് ഇന്ന് തോന്നുന്നത്. ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പ്രകൃതിയുടെ പരിഭവം മൂലം, പ്രകൃതി നമ്മളോട് പൊരുത്തം ചെല്ലാത്ത ദിനങ്ങളിൽ ആകെ ആശങ്കയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തരണം ചെയ്തു. പരിമിതമായ സൗകര്യങ്ങളെ ഭക്തജനങ്ങൾ നെഞ്ചിലേറ്റുക തന്നെ ഉണ്ടായി. അതിന് പിന്നാലെ വന്ന ചില തർക്കങ്ങൾ, ചില പോർവിളികൾ ഒക്കെ അതിൻ്റെ ആ രീതിക്ക് അത് നടന്നുകൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെയും അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടുമുള്ള എല്ലാ സംഘർഷങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മകരവിളക്കിൽ എത്തി നിൽക്കുകയാണ്. ഇനി വലിയ കാത്തിരിപ്പ് വേണ്ട മകരജ്യോതി തെളിയാൻ. ഈ മകരജ്യോതി തെളിയുന്ന ഇന്നത്തെ ചടങ്ങുകൾ, ഇപ്പോൾ 1 മണിക്ക് അടച്ച നട ഇപ്പോൾ തുറന്നിരിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകൾ ഇനി എങ്ങനെയാണ്? 1 മണിയോടുകൂടി നട അടയ്ക്കുന്നതിന് മുൻപായി 11 മണിയോടുകൂടി ഇന്നത്തെ നെയ്യഭിഷേകം അവസാനിക്കും. നെയ്യഭിഷേകം അവസാനിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ പിതൃസ്ഥാനത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഒരച്ഛൻ മകന് ധരിക്കാൻ വേണ്ടി കൊടുത്തയക്കുന്ന ആടയാഭരണങ്ങൾ, അത് വിപുലമായ ആഘോഷങ്ങളോടുകൂടി, ജനസഹസ്രങ്ങളുടെ സ്വീകരണത്തോടുകൂടി, നിഷ്ഠയായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ശിരസാവഹിച്ചു കൊണ്ടുവരുന്ന ആ ആടയാഭരണങ്ങൾ ചാർത്തുന്നതിന് മുൻപ് ആ ആലയം, ഭഗവാന്റെ തിരുമുറ്റം, ഭഗവാൻ നിവസിക്കുന്ന ശബരി ക്ഷേത്രം
ആകെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മുൻ ദിവസങ്ങളിൽ നടന്ന ശുദ്ധിക്രിയകൾക്കുപരിയായി തന്നെ ശനിയാഴ്ച നടന്ന പ്രാസാദ ശുദ്ധിക്രിയയും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ തന്ത്രി നേരിട്ടാണ് ഈ ശുദ്ധിക്രിയകൾ നടത്തുന്നത്. ഞായറാഴ്ച ശുദ്ധിക്രിയ നടക്കുന്നു. അതിനോടൊപ്പം തന്നെ ചതുർശുദ്ധിയും ധാരയും പഞ്ചകവും പഞ്ചഗവ്യവും 25 കലശം തുടങ്ങിയ താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ നടത്തി ഒരു വലിയ ആൾക്കൂട്ടം വന്നു കഴിയുമ്പോൾ താന്ത്രിക വിധി അനുസരിച്ച് ചില ശുദ്ധിക്രിയകൾ നടത്താറുണ്ട്. അത് അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിലുപരിയായി മണിമുറ്റം അടക്കം, ഭഗവാന്റെ തിരുമുറ്റം അടക്കം ഉള്ള മേഖലകളിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിവാക്കി അവിടം വളരെ വൃത്തിയാക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പൊന്നമ്പല മേട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മലകളെയും ശ്രദ്ധാർഹമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 18-ാം പടിയും തിരുമുറ്റവും ഒക്കെ ഇപ്പോൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ 18-ാം പടി കൃത്യമായി നാരങ്ങാനീരും അതുപോലെയുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ വൃത്തിയാക്കുകയാണ്. പലരും നടന്ന് കയറിയതിൻ്റെ ചെളിയും അഴുക്കും മണലും എല്ലാമുണ്ട്. ഒരു തലമുടി നാരിഴ പോലും അവിടെ അവശേഷിക്കാത്ത രീതിയിലുള്ള വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ശുദ്ധിക്രിയ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ ഏതാണ്ട് 4 മണി വരെ ആ പരിസരമാകെ തൂത്ത് തളിച്ച് കഴുകി വൃത്തിയാക്കി ആ പടികളൊക്കെ മാന്യപ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് വളരെ ശുദ്ധിയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി കഴുകി വൃത്തിയാക്കുകയാണ്. പഞ്ചലോഹവും സ്വർണം പൂശിയ പടികളും അതുപോലെയുള്ള അലങ്കാരങ്ങളുമൊക്കെ വളരെ വൃത്തിയാക്കുന്നു. കാരണം ഒരു ഉത്സവത്തിന് ഒരു ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. മകരവിളക്ക് മഹോത്സവം എന്ന് തന്നെയാണ് അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാലികമായുണ്ടായിരുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ആളുകൾ വളരെ നിയന്ത്രണങ്ങൾ പാലിക്കാൻ വളരെയേറെ സന്നദ്ധരാണ്. ഭഗവാന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ആ തിരക്കേറിയ സ്ഥലം ഒരു 2-3 മണിക്കൂർ മുമ്പ് വരെ ജനസഹസ്രങ്ങളെ കൊണ്ട് നിബിഡമായിരുന്ന സ്ഥലമാണ്. പെട്ടെന്ന് അവരെല്ലാം മാറിക്കൊടുക്കുന്നു. കഴുകി വൃത്തിയാക്കട്ടെ. കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ കൊണ്ടുവരുന്ന വഴിയിൽ ഒരു അശുദ്ധിയും പാടില്ല. ഒരു തലമുടി നാരിയുടെ പോലും കിടക്കാൻ പാടില്ല. ഒരു മണൽത്തരി പോലും അവിടെ അവശേഷിക്കാൻ പാടില്ല. ആ 18-ാം പടിയുടെ പടിക്കെട്ടുകളൊക്കെ ഇഞ്ചയും ചകിരിയും നാരങ്ങാനീരും അതുപോലെയൊക്കെയുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ്. പടി മുകളിൽ നിന്ന് താഴേക്ക് ഒരുപോലെ തൂത്ത് ഇറക്കുകയാണ്. തൂത്ത് തുടയ്ക്കും എന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെ തിളങ്ങുന്ന ഒരു 18-ാം പടിയിലൂടെ അല്ലെങ്കിൽ വളരെ വിശുദ്ധിയുള്ള ഒരു 18-ാം പടിയിലൂടെയാണ് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ശ്രീലകത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. ഈ തിരുവാഭരണം അല്പസമയത്തിനകം തന്നെ 18-ാം പടിക്ക് അടുത്ത് അല്ലെങ്കിൽ ശരംകുത്തിയിലെത്തും. അല്പസമയത്തിന് അകം തന്നെ ശരംകുത്തിയിലേക്ക് വരികയാണ്. ഈ തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന ഘോഷയാത്രയാണ്. എന്താണ് ശരിക്കും ഈ തിരുവാഭരണം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ചടങ്ങുകളും എന്താണ് അതിൻ്റെ ഈ പ്രസക്തി? അച്ഛൻ്റെ രാജസന്നിധിയിൽ നിന്നും മകൻ്റെ സവിധത്തിലേക്ക് ഉള്ള ഏറ്റവും ഹൃദ്യവും വൈകാരികവുമായ ഒരു ഘോഷയാത്ര എന്നാണ് തിരുവാഭരണ ഘോഷയാത്രയെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. പന്തളം രാജാവിനും അദ്ദേഹത്തെ അനുഗമിക്കുന്ന അനുചരന്മാർക്കും തിരുവാഭരണ വഴിത്താര പ്രദാനം ചെയ്യുന്നത് ഒരച്ഛൻ മകനോടെങ്കിൽ ഒരു നാട് അവരുടെ രാജകുമാരനോട്, അതല്ലെങ്കിൽ ഒരു സാർവദേശീയ ഭക്തർ അവരുടെ ജഗദീശ്വരനോട് ഒക്കെ കാണിക്കുന്ന ഒരു ആരാധനയുടെ ബഹുമാനത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. കൊട്ടാരത്തിൻ്റെ സുഖശീതളിമയിൽ അവിടുത്തെ സുഖങ്ങളിൽ വസിച്ചുകൊണ്ടിരുന്ന ഒരു തമ്പുരാൻ സന്യാസിയുടെ ത്യാഗഭൂമികയിലേക്ക് വിലയം പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ നാട് ഏറെ ഖേദത്തോടു കൂടിയാണ് ഒരു യാത്രയയപ്പ് നൽകിയത്. പക്ഷേ അവരൊരു തീരുമാനമെടുത്തു. ആണ്ടിലൊരിക്കൽ ഒരു തീർത്ഥയാത്ര നടത്തി തങ്ങളുടെ തമ്പുരാൻ്റെ ആ വിലയം പ്രാപിച്ച ദിവസം, മകര സംക്രമ ദിവസം, ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ ദിവസം ഇവിടെ എത്തി സർവാഭരണ വിഭൂഷിതനായി അദ്ദേഹത്തെ കാണണം, അതെല്ലാം അണിഞ്ഞ് കാണണം. പക്ഷേ അതുവരെ സാത്വികനായി കാണുന്ന ഭഗവാനെ വളരെ ചിന്മുദ്രയോടുകൂടി ഒരു താപസനിഷ്ഠയോടുകൂടി വളരെ ഒരു നിർവാണ ഭാവത്തിൽ കാണുന്ന ഭഗവാനെ അല്പസമയങ്ങൾ കഴിഞ്ഞാൽ കാണുന്നത് ഉഗ്രശ്മശ്രുവായി ഒരു യോദ്ധാവിൻ്റെ വീരസ്യത്തോടുകൂടിയ മുഖത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ആഭരണ ശൈലിയാണ് ഇന്നിവിടെ സ്വീകരിക്കപ്പെടുന്നത്. 3 പെട്ടികളിലായിട്ട് അത് ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ അവിടുത്തെ ആഭരണ മാളികയിൽ സൂക്ഷിച്ചിരിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന കരുതലും സൂക്ഷ്മതയാണ്. ആ കാണുന്ന തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. തിരുവാഭരണ പേടകം ശനിയാഴ്ച 5 ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പുലർച്ചെ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എടുത്ത് കൊണ്ടുവച്ച് അവിടെ ആരാധിച്ച് ജനങ്ങൾക്ക് കാണാൻ സൗകര്യം കൊടുത്ത
ആ തിരുവാഭരണങ്ങൾ ഉച്ചയ്ക്ക് 12:45 ശുഭസൂചകമായ കൃഷ്ണപ്പരന്തിൻ്റെ ശകുനം കണ്ടതോടുകൂടി കൊട്ടാരത്തിലെ അധികാരികൾ 22 അംഗ കൃത്യമായി വ്രതം അനുഷ്ഠിച്ച തിരുവാഭരണ വാഹക സംഘത്തെ ഏൽപ്പിച്ച് കൃത്യമായി രാജപാതകൾ വിട്ട് കാനനപാതകളിലൂടെ പാരമ്പര്യ വഴികളിലൂടെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ അത്രയും യാത്ര ചെയ്തു വന്ന ജനശതങ്ങളെ കൊണ്ട് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആദ്യ ദിവസം രാവിലെ 6:30 പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇത് കൊണ്ട് സ്ഥാപിച്ച് അവിടെ ഭഗവാൻ വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ തിരുവാഭരണ പെട്ടികൾ തുറന്ന് ഭക്തർക്ക് കാണാൻ സാധിച്ചതെങ്കിൽ 12:45 അവിടുത്തെ ബലിക്കൽ മണ്ഡപത്തിലേക്ക് കൊട്ടാരം ഭാരവാഹികൾ കൊണ്ടുവരികയും ഭക്തജനങ്ങളായ 22 അംഗ സംഘം 60ഓളം ദിവസം ഒരു വ്രതം അനുഷ്ഠിച്ചവരാണ്. അവരാണിത് വഹിച്ചിരിക്കുന്നത്. വഹിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം വന്നത് ആറന്മുള കുളനട ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് ആറന്മുള ക്ഷേത്രം, കടങ്ങന്നൂർ ക്ഷേത്രം, മുത്തിട്ട് ഗണപതി ക്ഷേത്രം, തറയിൽ ക്ഷേത്രം, അങ്ങനെ വന്ന് കോഴഞ്ചേരി വഴി പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രത്തിൽ രാത്രിയിൽ 8 മണിക്ക് വന്ന് വിശ്രമിക്കുകയാണ്. ഇളത്തുക എന്നൊരു രീതിയാണ് പറയുന്നത്. തിരുവാഭരണ പേടകങ്ങൾ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ദിവസം വരുന്ന വഴിയിലുള്ള മഹാക്ഷേത്രങ്ങളിൽ ഭക്തസഹസ്രങ്ങളുടെ സാന്നിധ്യത്തിൽ അവർക്ക് നിർവൃതി രീതിയിൽ തന്നെ ഈ തിരുവാഭരണ പേടകങ്ങൾ തുറന്ന് പ്രദർശിപ്പിക്കുന്ന ധാരാളം പൂജകളും ആരതികളും നടത്താനുള്ള സന്ദർഭം കൊടുക്കാറുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം കൊണ്ടുവന്ന പാമ്പാടിമൺ ക്ഷേത്രം വഴി തിരുവാഭരണ പേടകങ്ങൾ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ 8:45 എത്തിയതിന് ശേഷം അന്ന് അവിടെ രാത്രിയിൽ വിശ്രമിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പുലർച്ചെ 2 മണിയോടുകൂടി വീണ്ടും രണ്ടാം ദിവസം അത് ആരംഭിക്കുകയാണ്. വീണ്ടും ആ വഴി പാരമ്പര്യ വഴികളിൽ കൂടെ തന്നെയാണ് വരുന്നത്. പുതിയകാവ് ക്ഷേത്രം, ഇടപ്പാവൂർ, പേരൂർച്ചാൽ, അഴീക്കൽക്കുന്ന്, ഇടക്കുളം, വടശ്ശേരിക്കര, പ്രയാർ തുടങ്ങി പെരുനാട് വഴി രാത്രി 9 മണിക്ക് കാനന മധ്യത്തിലുള്ള ലാഹ സത്രത്തിലാണ് വന വകുപ്പിൻ്റെ കീഴിലുള്ള സത്രത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു. ഈ പാരമ്പര്യ വഴികളിലൂടെയൊക്കെ പോരുമ്പോഴും ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഈ തിരുവാഭരണ പേടകങ്ങൾക്ക് വിളക്ക് തെളിച്ച്, ഭദ്രദീപം തെളിച്ച്, മാലകൾ ചാർത്തി, പുഷ്പാർച്ചന നടത്തി ഒക്കെ കൃത്യമായി ഇതിനെ ആരാധിക്കുന്ന രീതിയുണ്ട്. അടുത്ത കാലത്ത് കാലികമായി നടന്ന സ്ത്രീ പ്രവേശന തർക്കങ്ങളൊന്നും അവിടെ ബാധകമായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി 2 ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശബരിമല സന്നിധാനത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നട തുറന്ന് ദീപാരാധനയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ 5:30 ആകുമ്പോഴേക്കും തിരുവാഭരണത്തിന് സ്വീകരണം, ശരംകുത്തിയിലാണ് സ്വീകരണം നൽകുക. 6:15 18-ാം പടിയുടെ അടുത്തേക്ക് ഈ തിരുവാഭരണം ഘോഷയാത്ര എത്തും. തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള വരവേൽപ്പ് 6:15 18-ാം പടിയിൽ നൽകും. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ആയിരിക്കും അപ്പോൾ ഭക്തർക്ക് ദർശിക്കാൻ കഴിയുക. ഇതുവരെയുണ്ടായിരുന്ന സന്യാസ വേഷങ്ങളെല്ലാം തന്നെ മാറി സർവാഭരണങ്ങളും അണിഞ്ഞ് ആഭരണങ്ങളെല്ലാം അണഞ്ഞ് സർവ തേജസ്വിയായിട്ടുള്ള അയ്യപ്പനെ ആയിരിക്കും ആ ദീപാരാധനയ്ക്ക് ശേഷം ദർശിക്കാൻ കഴിയുക. അതിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പൂജാ കർമ്മങ്ങളും പുരോഗമിക്കുകയാണ്. ശബരിമല സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. സ്വാമി ശരണം, അയ്യപ്പ ശരണം, ഭഗവാൻമാരെ, ഈശ്വരി ശരണം, ഈശ്വരി ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, ഭഗവാനേ, ഭഗവതിയേ, സ്വാമി ശരണം. അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അതിനുശേഷം ശരംകുത്തിയിൽ നിന്നും 18-ാം പടി കയറി സോപാനം വഴി ശബരിമല ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുന്നു. അതിനുശേഷം സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പൻ്റെ ദർശനം ദീപാരാധനയ്ക്ക് ശേഷം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ശബരിമലയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. അതിനു മുൻപ് ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി